ഒരു സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അറിയേണ്ട രണ്ട് എക്സാമുകളാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആൻഡ് നെസ്റ്റ് എക്സാമും. നമുക്കറിയാം നെസ്റ്റ് എന്ന് പറയുന്നത് നൈസറിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. ആൻഡ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 7 ഡിഫറെന്റ് ഐസറുകളിലേക്കുള്ള സെലക്ഷൻ എക്സാം ആണ്. അപ്പം മിക്കവാറും ഐസർ എഴുതുന്ന എല്ലാവരും തന്നെ നൈസറിന് വേണ്ടിയിട്ടുള്ള എക്സാം എഴുതും. ഇവർ തമ്മിലുള്ള കീ ഡിഫറൻസ് എന്താണ് ആൻഡ് എത്രത്തോളം ഈ രണ്ട് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നൈസറിൽ 200 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഐസേഴ്സിൽ 7 ഡിഫറെന്റ് ഐസറുകൾ ഉണ്ട്. ആൻഡ് ഈ 7 ഡിഫറെന്റ് ഐസേഴ്സിൽ ഏകദേശം BSMS ഡ്യുവൽ ഡിഗ്രി സീറ്റുകൾ എന്ന് പറയുന്നത് 2000 സീറ്റുകളാണ്. അപ്പം 200 വേഴ്സസ് 2000 സീറ്റിന്റെ എണ്ണം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം ഒബിയസ്ലി സീറ്റ് കിട്ടാൻ കൂടുതൽ എളുപ്പം ഐസറിലാണ്. ആൻഡ് നൈസറിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് സാധ്യത ഐസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി എക്സാമിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 4 സബ്ജക്റ്റും ഒരേപോലെ വാല്യുവേഷന് വേണ്ടിയിട്ട് കണക്കിലെടുക്കും. പക്ഷേ നൈസറിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് എക്സാം ആണെങ്കിലോ നമുക്ക് 4 സബ്ജക്റ്റ് വേണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റും വേണമെങ്കിൽ എഴുതാം. പക്ഷെ അതിൽ ടെസ്റ്റ് 3 സബ്ജക്റ്റ് മാത്രമേ വാല്യുവേഷന് വേണ്ടിയിട്ട് എടുക്കുള്ളൂ. അപ്പം 4 സബ്ജക്റ്റും ഒരുപോലെ അറിയുക എന്നുള്ളത് അഡ്വാൻറ്റേജ് ആവുന്നത് ഐസറിലാണ്. നൈസറിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാനില്ല. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതുപോലെ വാല്യൂബിൾ ആയിട്ടുള്ള ഐസർ റിലേറ്റഡ്, നൈസർ റിലേറ്റഡ്, അതുപോലെ IAS ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചാനലാണ് ക്രിസ്പർ ലേണിംഗ്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും കാണാം,